നമസ്കാരം, എല്ലാവർക്കും സൃജന ഹിന്ദി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ബഹുത് ദിനോं के बाद എന്ന കവിതയാണ്. കവിതയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കവിയെപ്പറ്റി നോക്കാം. नागार्जुन हिंदी के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा में हुआ है. ഹിന്ദിയിലെ പ്രഗതിശീല സാഹിത്യകാർ എന്ന് പറഞ്ഞാൽ മാർക്സ്വാദി ചിന്താഗതിക്കാരായിട്ടുള്ള സാഹിത്യകാരെയാണ് നമ്മൾ പ്രഗതിശീല സാഹിത്യകാർ എന്ന് പറയുന്നത്. അതായത് വളരെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും സാധാരണക്കാരായിരിക്കും അവരുടെ കവിതയുടെ കേന്ദ്രങ്ങൾ. അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അതൊക്കെ ആയിരിക്കും അവർ ഊന്നൽ നൽകുന്നത്. കമ്മ്യൂണിസപരമായ ചിന്താഗതിക്കാരാണ് അത് മാർക്സ്വാദികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് എവിടെയാണ് ജനിച്ചത്? ബീഹാറിലെ ദർഭംഗയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം മൂലനാം വൈദ്യനാഥ മിശ്ര ഹെ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം വൈദ്യനാഥ മിശ്ര എന്നാണ്. ഉन्होंने മൈഥിലി, ബംഗ്ല തഥാ സംസ്കൃത में भी രചനാएं की है. അദ്ദേഹം മൈഥിലിയിലും ബംഗാളിയിലും അതുപോലെ തന്നെ സംസ്കൃതത്തിലൊക്കെ രചനകൾ നടത്തിയിട്ടുണ്ട്. സത്തരംഗും പങ്കോവാലി, രതിനാഥ് കി ചാച്ചി, ബൽഷന്മ, വരുൺ കെ ബേട്ടെ ആദി ഉൻകി പ്രമുഖ രചനായ ഹെ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖങ്ങളായിട്ടുള്ള രചനകളാണ്. ഭാരത് ഭാരതി സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സേവ്യ വിഭൂഷിദ്ധെ. അദ്ദേഹത്തിന് ഭാരത് ഭാരതി സമ്മാനവും അതുപോലെ തന്നെ സാഹിത്യ അക്കാദമി പുരസ്കാരവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് മൈഥിലി ഭാഷയിൽ ഇദ്ദേഹത്തിൻ്റെ യാത്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് യാത്രി എന്ന പേരിലും എന്ത് ചെയ്യും അറിയപ്പെടും. അതിപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എന്നാണ്? 30 ജൂൺ 1911. അപ്പോൾ 1911 ജൂൺ 30 ജനിച്ചിരിക്കുന്നത്. എനിക്ക് മൃത്യു 5 നവംബർ 1998 को. അപ്പോൾ 1998 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. बहुत दिनों के बाद अब की मैंने जी भर देखी पक्की सुनहली फसलों की मुस्कान. बहुत दिनों के बाद. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കവി തൻ്റെ ഗ്രാമത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ എന്താണ്? ഒരുപാട് നാളുകൾക്ക് ശേഷം അബ്കി മേനെ ജി ഭർ ദേക്കി. ജി മനസ്സ് നിറയെ. ജി എന്ന വാക്ക് നമ്മൾ രണ്ടർത്ഥത്തിൽ എടുക്കുന്നുണ്ട്. മനസ്സെന്നും ബുദ്ധി എന്നൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ മനസ്സെന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സ് നിറയെ ഞാൻ കണ്ടു പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. വിളഞ്ഞ് സ്വർണ്ണ നിറത്തിൽ കിടക്കുന്ന വിളകളുടെ, ഫസൽ മീൻസ് വിളവ്, പക്കി എന്ന് വെച്ചാൽ പാകമായ, പക്കാ ഹുവാഹ എന്ന് വെച്ചാൽ പാകമായത്, പൂർത്തിയായത്. കച്ച പക്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പച്ച പാകമാകാത്തത്, പാകമായത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പക്ക എന്ന് വെച്ചാൽ പൂർണ്ണമായത്, വിളഞ്ഞത്. വിളഞ്ഞ് സ്വർണ്ണ നിറത്തിൽ കിടക്കുന്ന ഫസലോക്കി മുസ്കാൻ, ആ വിളകളുടെ പുഞ്ചിരി ഞാൻ എൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറയെ എന്ത് ചെയ്തു? കണ്ടു. ബഹുത് ദിനോं के बाद अब की मैं जी भर सुन पाया. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറയെ കേട്ടു. ധാൻ കൂട്ടുത്തി കിശോരിയോं की കോക്കിൽ കണ്ടി താൻ. ധാൻ കൂട്ടുത്തി, ധാൻ മീൻസ് ധാന്യങ്ങൾ. അപ്പോൾ ധാൻ മീൻസ് ധാന്യങ്ങൾ. അതിന് മറ്റു വാക്ക് നമ്മൾ ദാന എന്ന് പറയും, അനാജ് എന്ന് പറയും. ഇതൊക്കെ അതിന് മറ്റു വാക്കുകളാണ്. അപ്പോൾ ധാൻ കൂട്ടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നെല്ല് കുത്തുന്നതിനാണ് ധാൻ കൂട്ടിന എന്ന് പറയുന്നത്. അപ്പോൾ ഹസ്ക് ദ റൈസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ നെല്ല് കുത്തുന്ന കിശോരി എന്ന് വെച്ചാൽ ആരാണ്? യുവതികൾ. നെല്ല് കുത്തുന്ന യുവതികളായിട്ടുള്ള സ്ത്രീകളുടെ കോകിൽ കണ്ടി താൻ. കോകിൽ മീൻസ് കുയിൽ. കുയിലിൻ്റെ കണ്ഠം, അതായത് കുയിലിനെ പോലെ ശബ്ദമുള്ള, താൻ ടോൺ, കുയിലിനെ പോലെ ടോണുള്ള സൗണ്ടുള്ള സ്ത്രീകളുടെ ശബ്ദം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്ത് ചെയ്തു? കേൾക്കാൻ എനിക്ക് സാധിച്ചു. മനസ്സ് നിറയെ ഞാൻ കേട്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ വരികയാണ്. बहुत दिनों के बाद अब की मैंने जी भर सूंघे. സൂംഘന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറയെ മണത്തു, ആസ്വദിച്ചു. എന്താണ്? മൗൾസിരി കെ ഢേർ ഢേർ സേ താസേ ടട്ടക്കെ ഫൂൽ. മൗൾസിരി എന്ന് വെച്ചാൽ ഇലഞ്ഞി എന്ന് വെച്ചാൽ നമ്മളറിയില്ല, ഇലഞ്ഞി പൂക്കൾ മണക്കും, എന്താ വിരിയുമ്പോൾ നല്ല മണമാണ്, നല്ല സുഗന്ധമാണ്. അപ്പോൾ ഈ ഇലഞ്ഞിപ്പൂവിൻ്റെ മണം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഢേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം എന്നാണ് അർത്ഥം. അപ്പം മൗൾസിരിക്ക് ഢേർ സേ താസേ ടട്ടക്കെ ഫൂൽ. താസേ ടട്ടക്കെ എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള, പുത്തനായിട്ടുള്ള, പുതിയതായിട്ടുള്ള. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇലഞ്ഞിപ്പൂവുകളുടെ കൂമ്പാരം കണക്കിന് പൂത്തു നിൽക്കുന്ന ഇലഞ്ഞിപ്പൂവിൻ്റെ ഫ്രഷ്, സുഗന്ധമായിട്ട് വളരെ ഫ്രഷ് ആയിട്ടുള്ള മണം ഞാൻ എന്ത് ചെയ്തു? മനസ്സ് നിറയെ ശ്വസിച്ചു, മണത്തറിഞ്ഞു. അപ്പോൾ ബഹുത് ദിനോं के बाद अब की मैं जी भर छू पाया. छूന മീൻസ് തൊടുക. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ തൊട്ടറിഞ്ഞു. अपनी गमवई पगडंडी की चंदन वर्णी धूल.
എൻ്റെ ഗ്രാമത്തിൻ്റെ പകിടണ്ടി ഒറ്റയടിപ്പാത, എൻ്റെ ഗ്രാമത്തിൻ്റെ പാതയിലെ ചന്ദനവർണ്ണി ധൂൾ, ചന്ദനവർണ്ണമുള്ള ധൂൽ പൊടി, ചന്ദനവർണ്ണമുള്ള പൊടി ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ നാട്ടിലേക്ക് തിരികെ വന്നപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സ് നിറയെ തൊട്ടറിഞ്ഞു. ബഹുദിനോ കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഈ കെ ബാദ്, ബഹുത്ത് ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ കുഞ്ഞ് 6, 7, 8 ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞ് പഠിച്ച വാക്കുകളാണ്. അപ്പോൾ ബഹുദിനോ കെ ബാദ് അബ്കി മേനെ ജീബർ താൽ മഖാന ഖായ. താൽ മഖാന എന്ന് പറയുന്നത് ഒരു ഔഷധ ചെടിയുടെ പേരാണ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു, മനസ്സ് നിറയെ കഴിച്ചു. താൽ മഖാന കഴിച്ചു. അതുപോലെ ഗന്നെ ചൂസേ ജീഭർ, ഗന്ന കരിമ്പ്, അറിയാമല്ലോ, ഈഖ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഞാൻ എന്ത് ചെയ്തു, താൽ മഖാന ഒരു ഔഷധ ചെടിയാണ്, ആ ഔഷധ ചെടി കഴിച്ചു. അതുപോലെ തന്നെ കരിമ്പിൻ്റെ ചൂസിന, മീൻസ് കുടിക്കുക എന്നാണ് വാക്കിനർത്ഥം, വലിച്ചു കുടിക്കുക എന്നാണ് വാക്കിനർത്ഥം. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു, കരിമ്പും കടിച്ചു കുടിച്ചു. അതുപോലെ തന്നെ താൽ മഖാനയും കഴിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം. ബഹുദിനോ കെ ബാദ് അബ്കി മേനെ ജീബർ ഭോഗേ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഭോഗന മീൻസ് അനുഭവിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ മനസ്സറിഞ്ഞ് അനുഭവിച്ചു ഗന്ധ രൂപ രസ് ശബ്ദ സ്പർശ്, ഗന്ധം മണം, രൂപം രസം ശബ്ദം സ്പർശം, സബ് സാത്ത് ഇസ് ഭൂപ്പർ, ഇതെല്ലാം ഒരുമിച്ച് ഈ എന്ന് വെച്ചാൽ ഭൂമി, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഒരുമിച്ച് അനുഭവിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം. ബഹുദിനോ കെ ബാദ്. അപ്പോൾ നമ്മുടെ കവി ബഹുദിനോ കെ ബാദ് എന്ന് പറയുന്ന കവിതയിൽ പറയുന്ന കാര്യം എന്താണ്, ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കാഴ്ചകളും കുറേ യുവതികളായിട്ടുള്ള സ്ത്രീകൾ നെല്ല് കുത്തുന്നതും അവരുടെ ആ പാട്ട് പാടുന്ന സ്വാഭാവികം കൃഷിപ്പണിയിലിടയിൽ പാട്ടുകളും താളങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ മനോഹരമായ കുയിലിനെ പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നതും വിളഞ്ഞു കിടക്കുന്ന വിളകൾ കാണുന്നതും ഇലഞ്ഞിപ്പൂവിൻ്റെ മണം ആസ്വദിക്കുന്നതും ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതയിലെ മണ്ണിനെ തൊട്ടറിയുന്നതും അതുപോലെ താൽ മഖാന കഴിക്കുന്നതും കരിമ്പ് ജ്യൂസ് കുടിക്കുന്നതും സത്ത് കുടിക്കുന്നതും എല്ലാം അദ്ദേഹം ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ ഗ്രാമത്തിലേക്ക് വന്ന് എന്ത് ചെയ്യുകയാണ്, ആസ്വദിക്കുകയാണ്. വളരെ ചെറിയൊരു സിമ്പിൾ കവിതയാണ്, നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. വലിയ പാടുള്ള അർത്ഥങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല. ചെറിയൊരു കവിതയാണ്. എല്ലാവരും നന്നായി പുസ്തകം വായിച്ചു നോക്കുക. വാക്കുകളും അർത്ഥങ്ങളും വെച്ച് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വാക്കുകളും അർത്ഥങ്ങളും എഴുതി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.